ജയദേവൻ വന്നില്ലല്ലോ. ഇന്ന് വരാമെന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നോ? അതെ. എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഞാൻ വിളിച്ചത് നാളെ ഇങ്ങോട്ട് വരുമെന്ന് അറിയാനാ. വരാം. വരുമ്പോ ബാങ്കിൽ നിന്ന് എന്റെ വിൽപത്രം കൂടെ വാങ്ങിക്കൊണ്ട് വരണം. എന്താ പറഞ്ഞേ? എന്റെ വിൽപത്രം കൂടെ കൊണ്ടുവരണമെന്ന്. അയ്യോ, ഒന്നും കേൾക്കുന്നില്ല. ലൈൻ എന്താ തയ്യാറ്? വിൽപത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. വിൽപത്രം? ആ, വരുമ്പം ബാങ്കിൽ നിന്ന് വിൽപത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. പക്ഷേ ഹലോ ഹലോ മഹാറാണി, അത് ബാങ്കിൽ നിന്ന് ഓതറൈസേഷൻ ബാങ്കുകാർ പിന്നെ ഓതറൈസേഷൻ ഇല്ലാണ്ട് ബാങ്കുകാര് തരില്ല. എന്തിനാ ഇതൊക്കെ? സുന്ദരേശന് കിട്ടില്ലെങ്കിൽ മാനേജർക്ക് ഫോൺ ചെയ്ത് ഞാൻ വാങ്ങിക്കൊള്ളാം. വേണ്ട മഹാറാണി, ഞാൻ 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 പിന്നെ ഞാനൊന്ന് ബാങ്കിൽ പോയിരുന്നു. ബാങ്ക് മാനേജർ 3 ദിവസത്തെ ലീവിലാണ്. ഹേയ്, ഇങ്ങനത്തെ ബാങ്കാണോ? എന്നാ ഒരു കാര്യം ചെയ്തോളൂ. വരുമ്പോ എന്താ എഴുത്ത് വേണ്ടെന്ന് വെച്ചാ അതും കൊണ്ടുവരൂ, ഞാൻ ഒപ്പിട്ട് തരാം. ആ ശരി, ഞാൻ കാലത്ത് കൊണ്ടുവരാം. മറക്കരുത് കേട്ടോ. ഇല്ലല്ല, ഞാൻ മറക്കില്ല. മഹാറാണി, മഹാറാണി. വന്നാൽ കുറെ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിരുന്ന സുന്ദരേശന്റെ മുഖം കണ്ടപ്പോ ദേഷ്യപ്പെടാൻ തോന്നാണ്ടായി. എന്തു ഭംഗി! എനിക്ക് പൂക്കളെന്ന് വെച്ചാ ജീവനാ. ഇപ്പോഴും പൂ ചൂടാൻ കൊതിയാ. പക്ഷെ മുടിയില്ലാണ്ടായില്ലേ. സുന്ദരേശ, ജലജയെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അത്ര അടുത്ത് പരിചയമില്ല. ഹേയ്, അത് പറഞ്ഞാ പോരാ. സുന്ദരേശന് ആളെ അറിയാലോ. പറയൂ. എന്നോട് പറയാൻ മടിക്കണ്ട, പറഞ്ഞോളൂ. സുന്ദരേശൻ തീരെ പാവമാ. പെൺകുട്ടികളോട് അധികം അടുക്കില്ല. എന്നാലും തോന്നിയത് പറയൂ. നല്ല സ്വഭാവം. എനിക്കും അത് തോന്നി. ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇല്ല. ഞാൻ മരിച്ചാലും അവൾക്ക് എന്തെങ്കിലും വേണ്ടേ? അതും കൂട്ടിച്ചേർത്ത് വിൽപത്രം മാറ്റി എഴുതിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. അവൾക്ക് എന്താ കൊടുക്കുക? ഒരു 20,000 പോരെ? മതിയാവും. പക്ഷേ അതിന് വിൽപത്രം മാറ്റി എഴുതണമെന്നില്ല. ഒരു തിരുത്തെഴുതി ഒപ്പിട്ട് കൂടെ വെച്ചാൽ മതി. അത് വേണമെങ്കിൽ ഞാനിപ്പോ പോയി തയ്യാറാക്കിക്കൊണ്ടുവരാം. പക്ഷേ പ്രഭാകരനല്ലേ അത് ചെയ്യേണ്ടത്? പ്രഭാകരൻ സാറിന് ഈ ചെറിയ കാര്യത്തിന് ബുദ്ധിമുട്ടിപ്പിക്കണം. പ്രഭാകരൻ തന്നെ വേണം അത് ശരിപ്പെടുത്താൻ. എവിടെ ബാങ്കിലേക്കുള്ള കത്ത്? ഞാൻ ഒപ്പിട്ട് തരാം. അത് ബാങ്കിൽ നിന്നെടുത്ത് മറ്റന്നാൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇപ്പൊ തന്നെ പ്രഭാകരന് ഫോൺ ചെയ്ത് ഞാൻ വിവരം അറിയിച്ചോളാം. പ്രഭാകരൻ സാറ് മദ്രാശി പോയിരിക്കുക. ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. തിങ്കളാഴ്ച കാലത്ത് തിരിച്ചെത്തും. ഒന്നും വിചാരിക്കണ പോലെ നടക്കണില്ല. കഷ്ടം കഷ്ടം. എന്തായാലും ഞാൻ നാളെയോ മറ്റന്നാളോ മരിക്കില്ല എന്ന് തോന്നുന്നു. തിടുക്കയില്ല, പതുക്കെ മതി. പക്ഷേ വിൽപത്രം മറ്റന്നാൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. ആ, കൊണ്ടുവരാം. എനിക്ക് ആ പിള്ളയൊന്ന് കാണണം. അക്കൗണ്ട് ബുക്സ് കൊടുത്തയക്കാനാ. എന്നാ ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ്. പിള്ള എവിടെ? പിള്ള ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. വന്ന് കാണാൻ പറയും. സംഗതികൾ ആകെ കുടയുന്നാ തോന്നുന്നത്. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. മഹാറാണിക്ക് ഉടനെ വിൽപത്രം വേണമെന്ന് പറയുന്നു. എന്ത് ചെയ്യും? എന്തിനാ? ജലജയ്ക്ക് 20,000 രൂപ വിൽപത്രത്തിൽ ചേർത്ത് പുതുക്കി എഴുതിക്കാൻ. ഓ, ഞാൻ ഒഴികഴി പറഞ്ഞപ്പോ
ബാങ്ക് മാനേജർ ഫോണിൽ വിളിക്കാൻ പോയി. അയാൾ ലീവിലാണെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഓഹോ, പ്രഭാകരൻ സാറിന് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. പ്രഭാകരൻ സാർ എറണാകുളത്ത് പോയിരിക്കുന്നു നുണ പറഞ്ഞിരിക്കുക. വിൽപത്രം എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റന്നാൾ. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസമുണ്ട്. സാരമില്ല, കൊടുക്കണ്ട. കൊടുക്കാതെ പിന്നെ കൊടുക്കണ്ടെന്നർത്ഥം. എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? സാർ ഒന്നും ചെയ്യണ്ട. മഹാറാണിക്ക് വിൽപത്രത്തിന്റെ ആവശ്യം വരില്ല. എന്ന് വെച്ചാൽ മഹാറാണി 3 ദിവസം കഴിഞ്ഞ് സാറിനെ വിളിക്കുമെന്ന് എന്താ നിശ്ചയം? എന്ന് പറഞ്ഞാൽ ഹിമാലയൻ കുറിപ്പ് ജയിൽ ചാടി വരും. അതും ഞാൻ ഏർപ്പാട് ചെയ്യും.